ഒളിച്ചോട്ടം ഒരു പരിഹാരമല്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് പ്രണയത്തിൻ്റെ പേരിൽ കലാലയത്തിൽ വളരെയധികം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്നേഹിക്ക് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ആ പെണ്ണ് അതിന് വിസമ്മതിച്ചാൽ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നും അതുപോലെ തന്നെ അനേക ജീവിതങ്ങൾ, മദ്യപാനം ഇന്ന് വർദ്ധിച്ചു വരുന്നു. 8ാം ക്ലാസ് മുതൽ ഉള്ള കുഞ്ഞുങ്ങൾ മദ്യം കഴിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നു. ആ മദ്യത്തിനടിമയായി കുഞ്ഞുങ്ങളുടെ സുബോധം നഷ്ടപ്പെടുന്നു. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾക്ക് മനുഷ്യരാശി അടിമകളായിത്തീരുന്നു. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ എന്താണെന്ന് വിശുദ്ധ ബൈബിളിലൂടെ അതിന് പരിഹാരമുണ്ട്. ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനമറിയിച്ചുകൊണ്ട് തുടർന്ന് ഒരു ഗാനം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരനെ ക്ഷണിക്കുകയാണ്. ഇല്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. ഞാൻ പേറിയ നിന്നകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണേ. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണേ. ഞാൻ പേറിയ നിന്നകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണേ. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണേ. മുറിപ്പാടുകളിൽ സൗഖ്യം താൻ കാണുന്നുണ്ടേ. അവനെ പോൽ മരിച്ചുയർത്തവനാരും ഈ ഭൂമിയില്ലേ. അവനേറ്റ മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ടേ. അവനെ പോൽ മരിച്ചുയർത്തവനാ
പോകുകയില്ല, തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണോ? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ഇല്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. ദൈവം വിശ്വസ്തനാണ്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. പോലൊരു ദൈവം വേറില്ലേ ഭൂമിയിലെങ്ങും. കണ്ണിൻ മണി പോലെയാവൻ കാക്കും തൻ കൈകളിൽ. പറവകളെല്ലാം പുലരുന്നത് കാണുന്നില്ലേ, അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെയും പുലർത്തുന്നില്ലേ. ആകാശപ്പറവകളെല്ലാം പുലരുന്നത് കാണുന്നില്ലേ, അതിലേറെ ശ്രേഷ്ഠതയോടെ നിന്നെയും പുലർത്തുന്നില്ലേ. കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല, തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ഇല്ല വെള്ളിയുമില്ല, ഉള്ളതോ നിന
നൽകാം, എഴുന്നേറ്റു നടക്കാം നീ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. നിൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശുവെന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ ആ പാപനുഗത്തിൻ തോൽവിയേറ്റ നാം. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ
പാപനുഖത്തിൻ തോൽവിയേറ്റ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രദോത്തിനവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രദോത്തിനവകാശം പിതാവേ പിതാവേ ഹല്ലേലൂയാ ഹല്ലേലൂയാ പരിശുദ്ധ പരിശുദ്ധ ഞങ്ങളെ ചാരത്തും ദൂരത്തു നിന്നുമായി ശ്രദ്ധിക്കുന്ന സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം അറിയിക്കുവാൻ വേണ്ടി ഡിസംബർ 2-ാം തീയതി പാലക്കാട്ട് നിന്നും ആരംഭിച്ച് മലപ്പുറം ജില്ലയിലൂടെ കടന്നു വന്ന് കണ്ണൂരിൽ കടന്നു വന്ന് വയനാട്ടിൽ നിന്നും തുടർന്ന് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സർവകൃപാലുവായ ദൈവം സഹായിച്ചു. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അറിവുകളുടെ അതുപോലെ സാംസ്കാരിക മണ്ഡലങ്ങളിലും വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റിൽ ജനിച്ചത് നമുക്കൊരു അഭിമാനകരമായ സംഭവമാണ്. എന്നാൽ അതിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ദുഃഖിതരാകുന്ന ചില സംഭവങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ള വസ്തുത നാം അറിഞ്ഞിരിക്കണം. കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുകയാണ്. അതുപോലെ നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവർ നമുക്ക് കാണുവാൻ കഴിയുന്നു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഒരുവൻ മറ്റൊരുവനെ ആക്രമിക്കുകയാണ്, കൊലപാതകം ചെയ്യുകയാണ്. ഇത്യാദി കാര്യങ്ങളാൽ ഇന്നത്തെ ലോകം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയുടെ കുറവ് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല, അതുപോലെ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, മനുഷ്യർ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ വഷളത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാർ ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ധാരാളം പണം ചെലവഴിച്ച് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലൊക്കെയും ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾക്ക് യാതൊരു വിധമായിരിക്കുന്ന കുറവുമില്ലാതെ ദിനം പ്രതി
ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തേ, നാം ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത്രയും അധികം ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും അധികം മദ്യപാനത്തിൻ്റെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെയൊക്കെ പിന്നിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുവാൻ കഴിയും, മനുഷ്യർ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇത്യാദി കാര്യങ്ങളിൽ അവർ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്വയമായി നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. ഇത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും പിന്നെയും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്മോക്കിംഗ് ഈസ്, അല്ലെങ്കിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്. തമ്പാക്കു അല്ലെങ്കിൽ കുടുക്ക തുടങ്ങിയ വസ്തുതകൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അവ കഴിക്കുന്നത് നിമിത്തം ക്യാൻസർ പോലുള്ള അതിമാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ആ പാക്കറ്റിന് മുകളിൽ എഴുതി വച്ചിരിക്കുകയാണ്. എങ്കിലും പിന്നെയും നാം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, നമ്മുടെ ജീവിതത്തിൽ പാപം ഉള്ളതുകൊണ്ട്. ഈ ദുർമാർഗത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ അനേക തത്വചിന്തകന്മാർ വിവിധ തരത്തിലുള്ള പഠിപ്പിക്കലുകൾ ഈ ലോകത്തുണ്ട്. എന്നാൽ അവയ്ക്കൊന്നും ഇവയെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ, ഇതിനൊക്കെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ശ്രീയേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരികയുണ്ടായി. യേശു കടന്നു വന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുകയാണ്. ഈ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം പ്രത്യേക പദ്ധതി ഒരുക്കി യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന്. യേശുവിൽ കൂടി മാത്രമേ നമ്മുടെ ഈ ലോകത്തെ ഇപ്രകാരമുള്ള അശാന്തിയും ഇപ്രകാരമുള്ളതായ പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യന് ഒരു ദിവസത്തെ കൂലി 500 രൂപ ഉണ്ടെങ്കിൽ അവൻ്റെ ദുർമാർഗത്തിൻ്റെ ചിലവുകൾ ഏകദേശം അതിൽ കൂടുതലാണ് ദിവസേന. അതുകൊണ്ട് തന്നെ അവൻ്റെ അധ്വാനബലം ഭവനത്തിൽ എത്തിച്ചേരാതെ അവൻ്റെ ഭവനം പട്ടിണിയിലും ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, പ്രിയ സഹോദര, നിന്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുവാനുള്ള ഏക ഒരു വഴി എന്ന് പറയുന്നത് ശ്രീയേശു. അവരുടെ പാപത്തിന് പരിഹാരം കിട്ടി. രോഗികൾ കടന്നു വന്നപ്പോൾ അവരുടെ രോഗത്തിന് സൗഖ്യം കിട്ടി. പ്രതികൂലങ്ങളെ കൊണ്ട്, പ്രതിസന്ധികളെ കൊണ്ട് നിരാശയിലായിരുന്നവർക്ക് യേശു മൂലം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനിടയായി തീർന്നു. ഒരു കാലത്ത് ഇവിടെ കടന്നു വന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ പ്രകാരമുള്ള ദുർമാർഗങ്ങളിലും പാപത്തിലും കഴിഞ്ഞുകൂടുകയായിരുന്നു. എന്നാൽ സ്നേഹവാനായ ദൈവത്തിൻ്റെ ആ കൃപ, ആ വലിയ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ്
സമാധാനത്തോടെ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള അവസരം ലഭിക്കുവാനിടയായി തീർന്നു. നമുക്ക് ഈ ലോകത്തിൽ ഇന്ന് എന്തും വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുന്ന ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും നേടാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യനുള്ളത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സമാധാനം ഏതെങ്കിലും മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയുമോ? സമാധാനമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നരകതുല്യമായ ജീവിതമാണ്. ചിലർ വിചാരിക്കുന്നത് പണം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നാണ്. എന്നാൽ പണമുള്ള എത്രയോ ആൾക്കാർ സമാധാനമില്ലാതെ, ഉറങ്ങുവാൻ കഴിയാതെ, നിരാശയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ യേശു ഭൂമിയിൽ വന്ന് വിളിച്ചു പറഞ്ഞു, എന്നെ കാണുന്നവർക്ക് സമാധാനം ലഭിക്കും. യേശു സമാധാനത്തിൻ്റെ സന്ദേശകനായിട്ട്, സമാധാനത്തെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് ഭൂമിയിൽ കടന്നു വന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനം ലഭിക്കും. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ജീവിതങ്ങളും ജീവിതത്തിലെ പലവിധമായ പ്രശ്നങ്ങളാൽ അവർക്ക് സമാധാനമില്ലാത്തവരുണ്ട്. ആ സമാധാനമില്ലാത്ത പ്രിയ സുഹൃത്തേ, നിന്നെ യേശു വിളിക്കുകയാണ്. യേശുവിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിന്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ നിരാശ എടുത്തു മാറ്റി യേശു നിനക്ക് ആശ നൽകുവാൻ ശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നിൽ കൂടെ സമാധാനം ലഭിക്കും. യേശു ക്രിസ്തുവിലൂടെ സമാധാനം ലഭിക്കും. നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, യേശു കടന്നു ചെന്ന സ്ഥലങ്ങളിലൊക്കെയും സമാധാനം ലഭിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശു കടന്നു ചെന്ന സ്ഥലങ്ങളിൽ ജാതി വ്യവസ്ഥകൾക്ക് വ്യത്യാസം വരുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശു കടന്നു ചെന്ന സ്ഥലത്ത് ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പഠിക്കുവാൻ അവസരമില്ലാതിരുന്നപ്പോൾ, എല്ലാവർക്കും പഠിക്കുവാനുള്ള സാവകാശമില്ലാതിരുന്നപ്പോൾ യേശുവിൻ്റെ സന്ദേശവുമായി കടന്നു വന്നവർ അവരാണ് ആദ്യമായി കേരളക്കരയിൽ സ്കൂള് ആരംഭിച്ചത്. നമുക്കറിയാം, സ്കൂളിൻ്റെ മലയാള ഭാഷ, മലയാളത്തിലുള്ള വാക്ക് ഇങ്ങനെയാണ്, പള്ളിക്കൂടം എന്നുള്ളതാണ്. പള്ളിക്കകത്തോ അതോ പള്ളിയുടെ പരിസരത്തോ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഉണ്ടാക്കിയൊരു പ്രസ്ഥാനമാണ് പള്ളിക്കൂടം. അങ്ങനെ യേശു കടന്നു വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരായി തീരുവാനിടയായിത്തീരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആയിത്തീർന്നിട്ടുള്ളത്. യേശുവിൻ്റെ വചനം കടന്നു ചെന്നിട്ടുള്ളവിടത്ത് മനുഷ്യനെ തിന്നുന്നവർ മനുഷ്യ സ്നേഹികളായി തീരുവാനിടയായി തീർന്നിട്ടുണ്ട്. യേശുവിനെ കണ്ടിട്ടുള്ളവർ, യേശുവിൻ്റെ വചനം കേട്ടിട്ടുള്ളവർ, ആ വചനം സ്വീകരിച്ചിട്ടുള്ളവരുടെ ഒക്കെ ജീവിതത്തിൽ വളരെ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ വചനത്തെ പ്രസ്താവിക്കുവാൻ ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്ത് പാർക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ ഒരേ ഒരു മാർഗമുള്ളൂ, അത് യേശു ക്രിസ്തുവാണെന്ന് ഞാൻ ഈ തരുണത്തിൽ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഫിലോമോൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഫിലോമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ധനികനായ വ്യക്തിയായിരുന്നു. ആ ധനികനായ വ്യക്തിക്ക് ഒരു അടിമയുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അടിമ ഉടമ വ്യവസ്ഥിതികൾ നിലനിൽക്കുന്നതായ സാഹചര്യത്തിൽ ആ അടിമയുടെ പേരായിരുന്നു ഒനോസിമോസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം
ആ ഫിലോമോൻ്റെ ഭവനത്തിൽ നിന്ന് ഈ അടിമ ജോലി ചെയ്യുവാൻ കഴിയാതെ വണ്ണം താൻ അവിടുന്ന് ഓടിപ്പോവുകയുണ്ടായി. അങ്ങനെ അവൻ ഓടിപ്പോയ സന്ദർഭത്തിൽ ആ വേദപുസ്തകത്തിൽ കാണുന്ന അപ്പോസ്തലനായ പൗലോസിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആ അപ്പോസ്തലനായ പൗലോസ് അടിമയോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം അതേ പൗലോസ് ഫിലോമോന് എഴുതുന്ന ഒരു എഴുത്താണ്. നിന്റെ അടിമയായ ഓനോസിമോസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് യേശുവിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഇനി നീ അടിമയായിട്ട് കാണുവാൻ പാടുള്ളതല്ല, പിന്നെയോ നീയും അവനും ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉടമയാണെന്നുള്ള ആഹ്വാനവുമായിട്ട് ആ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. അടിമ ഉടമകളിൽ അടിമയും അല്ലെങ്കിൽ ആ ഉടമയുമായിരിക്കുന്ന വ്യക്തി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് യേശുവിനെ കണ്ടുമുട്ടിയിട്ടുള്ളവരെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിമയുടമ ജാതി വർണ്ണഭേദമില്ലാതെ കറുമ്പനോ വെളുമ്പനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറുള്ളവനാകുന്നുവെങ്കിലും അവരെ എല്ലാവരെ തുല്യമായി കാണുവാൻ വേണ്ടി യേശു ഈ ഭൂമിയിൽ വന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് യേശു പറഞ്ഞത് ഒരു ധർമ്മം സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ ഒരു മതപരിവർത്തനം ചെയ്യുവാൻ യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതപരിവർത്തനമല്ല, പിന്നെയോ അവർ യേശുവിൻ്റെ ഫോളോവേഴ്സാണ്, യേശുവിനെ പിന്തുടരുന്നവരാണ്. യേശു ഒരു മതം ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു ജനിക്കുന്നതിന് മുമ്പ് അനേക വർഷങ്ങൾക്ക് മുമ്പേ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. അതേ സമയമായപ്പോൾ തന്നെ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. യേശു എവിടെ ജനിക്കുമെന്ന് പറഞ്ഞുവോ അവിടെ തന്നെ യേശു ജനിക്കുവാനിടയായിത്തീർന്നു. യേശു എന്തെല്ലാം ചെയ്യണമെന്നുണ്ടോ അവയെല്ലാത്തിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല യേശു ക്രിസ്തു ഈ കാൽവറി ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിന്മേൽ തറയ്ക്കപ്പെടുമെന്നും അവൻ അടക്കപ്പെടുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് തിരുവചനത്തിൽ എഴുതിയിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. പ്രിയ സഹോദര, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിലോ ഏതെങ്കിലും പുസ്തകങ്ങളിലോ ദൈവമായി വന്നിട്ടുള്ളവർ ആരെങ്കിലും സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് യേശുവിനെ കുറിച്ച് മാത്രമാണ്. യേശു ഭൂമിയിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് കരകയറിപ്പോയിരിക്കുകയാണ്. ആ യേശു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറയുകയുണ്ടായി, ഞാൻ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ വീണ്ടും വരും. യേശു ആദ്യം വന്നത് പാപികളെ രക്ഷിക്കുവാനാകുന്നുവെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇനി രണ്ടാമത് യേശു വരുന്നത് യേശുവിൻ്റെ സന്ദേശം കേട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയാണ് യേശുവിൻ്റെ അടുത്ത വരവ് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചുവെങ്കിൽ യേശുവിൻ്റെ ആഗമനത്തെക്കുറിച്ച്, രണ്ടാം വരവിനെക്കുറിച്ച് ഇപ്പോൾ അനേകർ ഈ ഭൂമിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതും അതുപോലെ തന്നെ കടന്നു വരും. അപ്പോൾ ഒരു പക്ഷേയെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവാം, എപ്പോൾ വരും? യേശു പറഞ്ഞു, ജാതിയോട് എതിർക്കുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകുമ്പോൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, യേശുവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. ആ യേശുവിൻ്റെ യേശു മടങ്ങി വരുന്ന ഈ സമയത്ത് ഈ കോളനിയിൽ വസിക്കുന്ന അനേകർ യേശുവിനോടുകൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ, എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം വളരെ വിദൂരതയിൽ നിന്ന് കടന്നു വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ നീയും ക്രിസ്തുവിനോട് കൂടി കടന്നു പോകുവാൻ, ഒരു ഉത്തമ സാക്ഷിയായി നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ അടുത്തേക്ക് നീ കടന്നു വരുന്നുവെങ്കിൽ തീർച്ചയായും അതിന് അപ്രകാരം ഉടവായിത്തീരും. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ വളരെ ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇതാണ്: ഈ ഗ്രാമത്തിൽ ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകുവാൻ പാടില്ല. ഈ ഗ്രാമത്തിൽ ഇനിയൊരു മദ്യപാനി ഉണ്ടാകുവാൻ പാടില്ല. ഈ ഗ്രാമത്തിൽ ആ വഷളത്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാവാതെ എല്ലാവരും എല്ലായിടത്തും രക്ഷിക്കപ്പെട്ട് യേശുവിനോടുകൂടെ ചേർക്കപ്പെടുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ സുദിനത്തിൽ നീ യേശുവിനെ ഹല്ലേലൂയ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, നീ ഇരിക്കുന്ന അതേ സ്ഥലത്തിരുന്നു കൊണ്ട്, ഒരു പക്ഷേങ്കിൽ നീ നിൻ്റെ റൂമിൻ്റെ അകത്തായിരിക്കാം, അല്ലെങ്കിൽ നീ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയായിരിക്കാം. താങ്കൾ എവിടെയായിരുന്നാലും ആ ഇരിക്കുന്ന സ്ഥലത്ത്, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണമേ, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയാകുന്നു എന്ന് ആ ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥന ചെയ്താൽ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. എൻ്റെയും നിങ്ങളുടെയും ശരീരം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തിൽ വസിക്കുവാൻ തക്കവണ്ണം, ഈ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നു കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളെ മാറ്റും. ദൈവം നിൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ മാറ്റും. ദൈവം നിൻ്റെ രോഗത്തെ മാറ്റും. നിൻ്റെ കുടുംബത്ത് സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങളാകുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്ക് സമാധാനം കടന്നു വരും. ഈ നിത്യസമാധാനം ഈ ഗ്രാമത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദൈവം നമ്മെ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇതുവരെ കേട്ട സന്ദേശം സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ഫാമിലി കുടുംബത്തിൽ നിന്നാണ്. അവൻ അവിടുന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ കാസർഗോഡിൻ്റെ ജില്ലയിലും കടന്നു വന്ന്, ഈ കടുമേനി ദേശത്ത് കടന്നു വന്ന് യേശുവിനെ കുറിച്ചുള്ള സന്ദേശം അറിയിക്കുകയാണ്. നിങ്ങളെ ആ സന്ദേശം കേട്ടവരെയോടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിനായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താഴെ കടുമേനിയിലുള്ള IPC ശാലും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും നിങ്ങളുടെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മുഖത്ത് ആമേൻ സ്തോത്രം, ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ സ്തോത്രം. കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം കർത്താവെ ദേശത്ത് കടന്നു വന്ന് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ, ഈ ദേശത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുവിശേഷം കേട്ട അങ്ങയുടെ മക്കളെയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിക്കുമാറാകണം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. അവരെ സത്യദൈവത്തെ അറിയുവാൻ, യേശു കർത്താവിനെ അറിയുവാൻ ദൈവമേ മുഖാന്തരങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ദേശനിവാസികളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലാ നന്മകളാലും നിറച്ചാട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണം പിതാവേ. ആമേൻ.